+2 മലയാളം കായലരികത്ത് ചാപ്റ്റർ 5. ഇതൊരു ചലച്ചിത്ര ഭാഗത്തിലെ ഒരു പാട്ടാണ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ആലോപനം കെ രാഘവൻ. തലമുറ ഭേദമന്യേ മലയാളികൾ എന്നും പ്രിയപ്പെട്ട ഒരു സിനിമാ ഗാനമാണ് കായലരികത്ത്. 1954 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് നീലക്കുയിൽ എന്ന് പറയുന്നത്. 1954 ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ആദ്യമായി വെള്ളി മെഡൽ നേടി തന്നെ ഒരു മലയാള സിനിമ കൂടിയാണ്. ഒരു ദളിത് യുവതിയുടെയും സവർണ യുവാവിൻ്റെയും കഥ പറഞ്ഞ നീലക്കുയിൽ സിനിമയുടെ എല്ലാ ഭാഗത്തും ഒരു മാറ്റം കൊണ്ടുവന്ന ചിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന മാപ്പിളപ്പാട്ട് എന്ന മഹത്തായ ഗാനശാഖയെ മലയാള സിനിമയിലേക്ക് അഭിസംബോധനം ചെയ്തത് സിനിമയാണ് നമുക്ക് പറയാൻ പറ്റും. പി ഭാസ്കരൻ്റെ ലളിതവുമായുള്ള വരികൾ നാടോടി ഈണത്തിൽ ശൈലിയിൽ നൽകിയ രാഘവൻ മാസ്റ്റർ ചിത്രത്തിൽ 9 ഗാനങ്ങളെയും മലയാളി മനസ്സിൽ എക്കാലം ഇടം പിടിച്ചിരുന്നു. എല്ലാവരും ചെല്ലണ, കായലരികത്ത് തുടങ്ങിയവ എല്ലാവർക്കും പരിചയമുള്ള ഗാനങ്ങളാണ്. ഇവിടെ പറയുന്ന കായലരികത്ത് എന്ന് പറയുന്ന ഈ ഗാനം ഒരു സിനിമാ ഗാനം എന്നതിലുപരി, പ്രണയഗാനം എന്നതിലുമുപരി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് 1954 കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്വതന്ത്രം കിട്ടിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദളിത് യുവതിയും സുവർണ യുവാവും എന്നൊക്കെ പറയുന്നത് തികച്ചും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു. അപ്പോൾ അതിനെ ഒക്കെ അവതരിപ്പിച്ച ചിത്രമാണ് ഈ ഗാനം. ചായക്കടയുടെ മുമ്പിൽ ഇരുന്നിട്ട് മെയ്ദീൻ എന്ന മുസ്ലിം യുവാവ് ഒരു മുസ്ലിം യുവതിയെ നോക്കി പറയുന്ന ഗാനമാണ്. മുസ്ലിം യുവതികൾക്ക് പുറത്ത് അധികം വരാതിരുന്ന കാലഘട്ടത്തിൽ യുവതിയെ നോക്കി പാടുന്നു. സമൂഹത്തിൽ ഒരിക്കലും ഒന്ന് അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു. അതിനെ ഒക്കെ പൊളിച്ച് അമർത്തിക്കൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതം അതുവരെ ഉണ്ടായിരുന്നത്. ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു വിശ്വാസ സങ്കല്പം പൊളിച്ച് എഴുതിയ സിനിമയാണ് നീലക്കുയിൽ എന്ന് നമുക്ക് പറയാം. ഒരു ചായക്കടയുടെ മുമ്പിൽ വല നെയ്യുന്ന മുസ്ലിം യുവാവ് കുടവുമായി വെള്ളം എടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ നോക്കി പാടുന്ന പാട്ടാണ് ഇത് ഒരു പ്രണയ അഭ്യർത്ഥനയാണ്. ഇത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പ്രണയത്തെ അഭ്യർത്ഥിച്ച് കയച്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കായലിൻ്റെ നടുവിൽ നിന്നാണ് മീൻ പിടിക്കാറുള്ളത്. ഇവിടെ കായലിൻ്റെ അരികിൽ നിന്നാണ് വല എറിയുന്നത്. അത് കായലിൻ്റെ അരികിൽ നിന്ന് പിടിച്ചാൽ മാത്രമാണ് ഈ സുന്ദരിയായ മീനിനെ പിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സുന്ദരിയായ പെൺകുട്ടിയെ വളക്കാൻ ഉള്ള ശ്രമം ആണ് ഇവിടെ നടക്കുന്നത്. അവളുടെ പിറകിൽ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അത്രയും സുന്ദരിയായ പെൺകുട്ടിയാണ്. അത്രയും സുന്ദരിയായ പെൺകുട്ടിയെ നോക്കി തനിക്ക് കിട്ടുക എന്ന് പറയുന്നു. ഒരു ലോട്ടറിയാണ്, നറുക്ക് വീഴുന്നത് പോലെ. പക്ഷേ അവളുടെ കാമുകന്മാരുടെ ലിസ്റ്റിൽ ഒരുപാട് പേർ ഉണ്ട്. ആ ലിസ്റ്റിലേക്ക് എന്നെ കൂടി ഉൾപ്പെടുത്തണമേ എന്നാണ് കാമുകൻ പറയുന്നത്. കുട്ടിയുടെ നോട്ടം കവിൽ ഒരു പ്രണയ വേദം ഉണ്ടാക്കി. അത് ഞാൻ തിരിച്ച് അറിഞ്ഞപ്പോൾ കാമുകൻ ഇവിടെ ഒരു കയർ പൊട്ടി പമ്പരം പോലെയായി എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണക്കാരിൽ നിന്നും വന്നിട്ടുള്ള ഒരു മാലാഖയാണ് അവൾ. അത്തരത്തിൽ നിന്ന് വന്ന അവളുടെ കയ്യിൽ നിന്ന് നെയ്ച്ചോർ ഉണ്ടാക്കി തിന്നാൻ എനിക്ക് ആഗ്രഹം എന്നാണ് കാമുകൻ പറയുന്നത്. നെയ്ച്ചോർ ഉണ്ടാക്കി തിന്നാൻ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് അവളെ ഭാര്യയാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ട് എന്നാണ് കാമുകൻ നേരിട്ട് പറയുന്നത്. നമ്മൾ നെയ്ച്ചോർ, ഹൂറി ഇതൊക്കെ ഒരു പ്രത്യേക പ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഭാഷയാണ്. അത്തരത്തിൽ പെൺകുട്ടിയുടെ പിരിക കെട്ടി വളച്ചു കൊണ്ട് ഉള്ള നോട്ടം കമ്പൊടിഞ്ഞ ശിലാകെട്ടിയുടെ കമ്പി പോലെയാക്കി എന്നാണ് കാമുകൻ ഇവിടെ പറയുന്നത്. കുടവുമായി വന്ന പെൺകുട്ടിയെ പ്രണയത്തിൻ്റെ തടവിൽ ആക്കിയിരിക്കുകയാണ്. പക്ഷേ നീ അവസാനം എന്നെ സങ്കടപ്പെടുത്തരുത്
എന്ന അഭ്യർത്ഥനയാണ് കാമുകൻ പറയുന്നത്. നീ എന്നെ ഉപേക്ഷിക്കരുത് എന്നാണ് കാമുകൻ പറയുന്നത്. പൈങ്കിളി എന്നാണ് കാമുകൻ അവളെ വിളിച്ചിരിക്കുന്നത്. പൈങ്കിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞു പോകും. ആർക്കൊക്കെ ലഭിക്കും, ആർക്കൊക്കെ നഷ്ടമാകും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് സങ്കടക്കടലിലാക്കി പോകരുത് എന്നാണ് കാമുകൻ ഇവിടെ പറയുന്നത്. എന്നെ നിനക്ക് വേണ്ട എങ്കിൽ അത് നേരത്തെ പറയണം. ഞാൻ എന്തിനാണ് ഈ വെയിലത്ത് കോലും കുത്തിയിരിക്കുന്നത് എന്നാണ് കാമുകൻ ചോദിക്കുന്നത്. കോലും കുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ ഉണ്ടാകുന്ന പണി ആദ്യമായി പണിക്ക് പോകുന്നവർക്കുള്ള പണി വേറെ. പ്രണയം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം എന്നാണ് അവസാനം അതിൽ കാമുകൻ പറയുന്നത്. മനോഹരമായ ഒരു പ്രണയഗാനം ലളിതമായ ഭാഷയിൽ, ലളിതമായ രീതിയിൽ, രസകരമായ ഒരു ഹാസ്യ അവതരണത്തോടെ കൂടിയ ഒരു പ്രണയം ഗാനം പി. ഭാസ്കരൻ അവതരിപ്പിച്ചത്. പക്ഷേ വളരെ നല്ല ഗാനത്തിൽ അദ്ദേഹം തന്നെ അവതരിപ്പിച്ച മനോഹരമായ ഗാനം ഇവിടെ കയറുപൊട്ടിയ പമ്പരം മനോഹരമായ ഗാനമാണിത്. മനോഹരമായ പ്രണയഗാനം ലളിതമായ ഭാഷയിൽ പി. ഭാസ്കരന് ഈ ഗാനത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു.